എന്റെ ദൈവമേ, എന്ത് വിധിയാണിത്? എന്റെ എലഞ്ചിക്കൽ തറവാടിന്, സോറി, ഇടിഞ്ചിക്കൽ തറവാടിന് എന്തു പറ്റി? എനിക്ക് 4 മക്കളെ തന്നിട്ട് നീ എന്റെ സൗദാമിനെ എന്തിനു വിളിച്ചു? എന്തിനാണ് ഈ ക്രൂരത എന്നോട് കാണിച്ചത്? മോളെ, ത്രിസന്ധ്യാ സമയത്ത് നീ എവിടെ പോയിട്ട് വരുന്നു? അച്ഛാ, എനിക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ സ്പെഷ്യൽ ക്ലാസ് എനിക്കറിയാൻ മതി. ഒരുമിട്ടവളെ ആരാടാ അത്? നിനക്കെന്താടാ ഈ ഇടിഞ്ഞിക്കൽ തറവാട്ടിൽ കാര്യം? എന്റെ പെണ്ണിനെ തൊട്ടു പോരുത്, നിങ്ങൾ വിവരം അറിയും. എന്ത് വിവരം അറിയാന്നുള്ള വിവര ദോഷേ? ഞാൻ എന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇടാ, അവൾ നിന്റെ പെണ്ണിന് മുമ്പ് എന്റെ മകളാണ്. ആയിക്കോട്ടെ, അതിനെന്താണ് ഇവിടെ പ്രസക്തി? ഇപ്പോൾ അവൾ എന്റെ പെണ്ണാണ്. അമ്മാവാ. ആര് പറഞ്ഞു വിളിക്കരുത്? എന്ത് അമ്മാവരെന്നുള്ള പേര് നീ വിളിക്കരുത്. പിന്നെ ഞാൻ നിങ്ങളെ എന്ത് വിളിക്കണം? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. മിസ്റ്റർ സോമൻ, നിങ്ങളുടെ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണം. നിന്നെ പോലെ ഒരു ധിക്കാരിയെ എനിക്കിഷ്ടമല്ല. കടക്ക് പുറത്ത്. സാധ്യമല്ല. അതെ, ഞാൻ ധിക്കാരിയാണ്. മോളെ ലുട്ടു, വാടി, നമുക്ക് വല്ല മൂന്നാറിലോ വാഗമണോ പോയി ഓയോ റൂമെടുത്ത് താമസിക്കാം. അതാണ് ശശിയേട്ടൻ നമുക്ക് നല്ലത്. അവിടെ മുന്തിരിവള്ളികൾ തളർന്നു കിടക്കുന്ന വീട്ടിൽ നമുക്ക് പറക്കാം. അച്ഛാ, കണ്ടില്ലേ നീ? അച്ഛാ, ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താണ് ചേച്ചി അങ്ങനെ? ഇവളെക്കാൾ മുന്നേ കല്യാണ പ്രായം തയ്യാറ് നിൽക്കുന്ന ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, എന്റെയും കൂടിയാ എന്റെ പൊന്നച്ഛാ. ഇവരെക്കാൾ മൂത്ത ഞാൻ ഇവിടെ കെട്ടാച്ചരക്കായി നിൽക്കുമ്പോൾ ഇവളമാരെങ്ങനെ കെട്ടും? അച്ഛാ, അയ്യോ, ഇവളുമാരെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് ഇനി എന്നാണ് അച്ഛാ എന്റെ കല്യാണം? പറയൂ അച്ഛാ. ഒരുമിച്ച് പറയൂ അച്ഛാ. ഈശ്വര, ഇല്ലിക്കൽ തറവാടിന് എന്ത് വിധിയാണത്? സൗദാമിനി, നീ കേട്ടില്ലേ നമ്മളുടെ പിള്ളേരുടെ കരച്ചിൽ? ഇതിനൊരു ഉത്തരം തരൂ, ഉത്തരം തരൂ. മന്നവനേ അഴലാമ, കണ്ണീരേ വിടലാമ, ഉന്നുയിരായി നാനിരുക്ക, എന്നുയിരായി നീരുക്ക, മന്നവാ മന്നവാ മന്നവാ. അമ്മാവാ, നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കലക്കി മകളെ, കലക്കി ബാക്കി തട്ടി കാണാം.